കോൺഗ്രസ് നേതാവ് പവൻ ഖേരയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ സുപ്രീം കോടതി വിധി പറയാൻ മാറ്റിയിരിക്കുകയാണ്. മുൻകൂർ ജാമ്യം നിഷേധിച്ച ഗുവാഹത്തി ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് പവൻ ഖേര സുപ്രീം കോടതിയെ സമീപിച്ചത്. അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഭാര്യയ്ക്കെതിരെ നടത്തിയ പരാമർശമായിരുന്നു കേസിന് അടിസ്ഥാനമായിരിക്കുന്നത്. PR അരവിന്ദ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. അരവിന്ദ്, സുപ്രീം കോടതി എപ്പോഴേക്ക് ഈ ജാമ്യാപേക്ഷയിൽ വിധി പറയുമെന്നാണ് മനസ്സിലാക്കുന്നത്? കോൺഗ്രസ് നേതാവ് പവൻ ഖേരയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഇപ്പോൾ സുപ്രീം കോടതി വിധി പറയാൻ വേണ്ടി മാറ്റിയിരിക്കുകയാണ്. ഗുവാഹത്തി ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ നിഷേധിച്ച സാഹചര്യത്തിലാണ് പവൻ ഖേര സുപ്രീം കോടതിയിൽ എത്തുകയും ഇതിൽ വിശദമായ വാദം കേൾക്കുകയും ചെയ്തത്. വലിയ രീതിയിലുള്ള വാദപ്രതിവാദമായിരുന്നു പ്രധാനമായും കോടതിയിൽ നടന്നത്. കാരണം തന്നെ അറസ്റ്റ് ചെയ്യേണ്ട യാതൊരുവിധ സാഹചര്യവും നിലവിലില്ല എന്നതാണ് പവൻ ഖേരയുടെ അഭിഭാഷകൻ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത്. ഇതുകൂടാതെ തന്നെ നിലവിൽ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ അപകീർത്തികരമായ പരാമർശം നടത്തി, ഇതുകൂടാതെ തന്നെ വ്യാജരേഖ ചമയ്ക്കൽ, പൊതുശല്യം തുടങ്ങിയ വകുപ്പുകൾ പവൻ ഖേരയ്ക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. അതിൽ അപകീർത്തികരമായ പ്രസ്താവനകൾ നടത്തിയെന്ന വകുപ്പ് മാത്രമാണ് തനിക്കെതിരെ നിലനിൽക്കുന്നതെന്നാണ് പവൻ ഖേരയുടെ അഭിഭാഷകൻ ഇന്ന് കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ട് തന്നെ കസ്റ്റഡിയിൽ വാങ്ങിച്ച് ചോദ്യം ചെയ്യണമെന്ന അസം പോലീസിന്റെ ആവശ്യം അത് തീർത്തും നിഷേധിക്കണമെന്നതാണ് പവൻ ഖേര ചൂണ്ടിക്കാണിക്കുക. അതേസമയം ഇതിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട്, ഇതിന് പിന്നിൽ കൂടുതൽ പേർ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് അടക്കമുള്ള ആരോപണങ്ങളാണ് അസം പോലീസ് ഉയർത്തുകയും കസ്റ്റഡിയിൽ വാങ്ങിക്കൊണ്ടുള്ള ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ ഇക്കാര്യം വ്യക്തമാകൂ എന്നതാണ് അസം പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും സുപ്രീം കോടതി എന്ത് തീരുമാനമെടുക്കും എന്നതാണ് ഏറെ നിർണായകമാവുക. നേരത്തെ ഗുവാഹട്ടി കോടതി ഇത്തരത്തിൽ കൃത്യമായി കസ്റ്റഡിയിൽ വാങ്ങിക്കൊണ്ട് ചോദ്യം ചെയ്യണം, അതിൽ മാത്രമായിരിക്കും കൃത്യമായ സത്യം പുറത്തു വരിക എന്ന് വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് സുപ്രീം കോടതിയിലേക്ക് എത്തിയത്. എന്തായാലും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഭാര്യയായ റിനിക്കി ബുയാൻ ശർമ്മയ്ക്ക് 3 പാസ്പോർട്ടുകൾ ഉണ്ടെന്നും അതിൽ 3 രാജ്യങ്ങളിൽ പൗരത്വമുണ്ടെന്ന് അടക്കമുള്ള ആരോപണങ്ങൾ പവൻ ഖേര ഉയർത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചില പാസ്പോർട്ട് വിവരങ്ങളും പവൻ ഖേര അന്ന് പുറത്തുവിട്ടിരുന്നു. പക്ഷേ ഇത് വ്യാജമെന്നതാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ ആരോപണം. എന്തായാലും സുപ്രീം കോടതി എന്ത് തീരുമാനമെടുക്കുമെന്നത് വരും മണിക്കൂറുകളിൽ വ്യക്തമാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.